ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് തുടങ്ങിയവിടെ നിങ്ങോട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഭയങ്കര മോശമായിട്ട് അല്ലങ്കോലമായി വൃത്തിയുടായി കിടക്കണം. കാരണം അവിടെ നിങ്ങോട്ട് ഞാനത് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി അതാണ്. ഇന്നത്തെ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഫ്രിഡ്ജൊക്കെ ഓഫാക്കി അതിൻ്റെ ഐസൊക്കെ അങ്ങോട്ട് അലിയിച്ച് കളഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇന്ന് നമുക്കത് ഫുള്ളായിട്ട് എല്ലാം എടുത്ത് പുറത്ത് വെച്ച് അടിച്ച് തുടച്ച് അങ്ങോട്ട് ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പോവാം, നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഞാൻ നോമ്പിന് മുമ്പായിട്ടാണ് ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്നത്. പിന്നെ നോമ്പ് തുടങ്ങിയവിടെ നിന്നിട്ട് ഞാൻ ആ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഉള്ളതെല്ലാം നമ്മളെല്ലാം കൊണ്ടുവയ്ക്കലാണല്ലോ. കാരണം ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അതിൽ കൊണ്ടുവച്ച് ഭയങ്കര ഇതായിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്തിരി പച്ചക്കറികളും ഫ്രൂട്ട്സും മൊത്തം കാലിയായപ്പോഴാണ് ഞാനിത് ക്ലീനാക്കാമെന്ന് കരുതിയിട്ട് വേഗം ഇന്നലെ നെയ്റ്റ് തന്നെ അത് തലേന്ന് നെയ്റ്റ് തന്നെയാണ് ഇത് അതിൻ്റെ ഐസ് ക്യൂബും അതായത് ഐസ് അങ്ങനെ നമ്മുടെ ഫ്രീസറിൽ കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്ത് വെക്കുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഇത് ഇക്കാക്ക് ശ്വാസം മുട്ടലിന് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് തന്ന ഒരു ഇഞ്ചക്ഷനാണ്, മരുന്നാണ്. പിന്നെ നാടൻ കോഴിമുട്ട ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് മാറ്റി വെച്ചതാ. കുറച്ച് ഐസ് ഞാൻ കത്തിയെടുത്ത് കുത്തുന്നുണ്ട് കേട്ടോ. പറയലുണ്ട് കത്തിയെടുത്ത് കുത്താനൊന്നും പാടില്ല എന്ന്. ഞാൻ കത്തി അതിനല്ല കുത്തിയത്, എൻ്റെ മൈലാഞ്ചി അതിനകത്ത് പെട്ടുപോയി, എടുക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് കുത്തിയതാട്ടാ. പിന്നെ ഞാൻ ഒരു തുണി വെച്ച് ആദ്യം മൊത്തം ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ഒന്ന് വെള്ളത്തിലിട്ട് മുക്കിയിട്ട് അങ്ങനെ തുടച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര തന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്താലും 2 ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും പഴയപടിയാവും. ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ എനിക്ക് അതാണ് സംഭവിക്കുന്നതും എനിക്കിഷ്ടപ്പെടാത്തതും അത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇരുന്നും കടന്നും ഒക്കെ മറ്റും തുടച്ച് അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് ഇൻഷാ അല്ലാ തീരാറായി. അപ്പോൾ അധികം അങ്ങനെ നമുക്ക് എന്തായാലും ആവും വൃത്തികേട്, അത് വേറെ കാര്യം. അപ്പം ഞാൻ എന്തായാലും ഇതേപോലെ ഇങ്ങനെ ഒരു 10-15 ദിവസം കൂടുമ്പോൾ അങ്ങനെ ക്ലീനാക്കാനേ പറ്റുള്ളൂ. കാരണം എന്നാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ഇന്ന് ക്ലീനാക്കി, അതായത് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ആവും. നമുക്ക് പിന്നെ മടുക്കല്ലേ ചെയ്യൽ, വെറുതെ ക്ലീനാക്കാൻ പറ്റുമല്ലേ നമ്മളങ്ങനെ. അപ്പം ഞാനങ്ങനെ കേട്ടോ. നിങ്ങളെങ്ങനെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്രിഡ്ജ് ഇങ്ങനെ ആഴ്ചയിൽ ക്ലീൻ ചെയ്യുമോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തുണിയൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ അവിടെ മറ്റേ ക്യാമറ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് നല്ലപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ ആദ്യം നമ്മുടെ ക്ലീനിങ് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അതായത് അതിൻ്റെ അകത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ അതേപടി വെക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ തട്ടും കഴുകിയെടുക്കണം. അതാണ് ഇനി മെയിൻ പണി. അപ്പം ഞാൻ ആ തുണി കൊണ്ട് തന്നെ ഒന്ന് പുറവും ഒന്ന് തുടച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ അതൊക്കെ കഴുകിയെടുക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ അത് സംഭവം മൊത്തം പൊട്ടി. ഈ ഫ്രിഡ്ജ് കുറേ ആയി മേടിച്ചിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പുള്ള ഫ്രിഡ്ജാണ് കേട്ടോ അവിടെ. അപ്പോൾ ആ സാധനം നന്നായി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന നമ്മുടെ ആ ഒരു കവറുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ, അത് എല്ലാം തന്നെ ഞാൻ ക്ലീനാക്കി എടുത്ത് അതൊക്കെ കൊണ്ട് എല്ല് ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ശേഷം ഈ പണിയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിയതിൽ നിന്ന് വെള്ളം പോകണമല്ലോ. വെള്ളം പോകുന്നത് വരെ ഞാൻ അടിച്ച് വാരാൻ വേണ്ടി പോയിട്ടാ. പിന്നെ നമുക്ക് അവിടെ അടിക്കേണ്ട പണിയുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വീഡിയോ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാടാവും. അതുകൊണ്ട് ഞാനിതിൽ ആ അടിച്ച് വാരുന്ന വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അന്ന് ഫ്രിഡ്ജ് ക്ലീനിങ് വരുമ്പോൾ ഫ്രിഡ്ജിൻ്റെത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിനെയൊക്കെ എടുത്ത് നല്ലപോലെ കഴുകിയിട്ട് അത് ഉണക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അടിച്ച് വാരി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കൊണ്ട് വെക്കുന്നത്, അതായത് ഫ്രിഡ്ജിനകത്തേക്ക് വീണ്ടും കൊണ്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും. അപ്പോൾ പിന്നെ വന്നിട്ട് ഞാനിതാ ഈ നമ്മുടെ അടിയിൽ, അതായത് ഈ പച്ചക്കറി വെക്കുന്ന ആ സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഉള്ള പച്ചക്കറി അവിടെ കൊട്ടിയതിന് ശേഷം അതും കൂടെ ഒന്ന് ഡീപ്പായിട്ട് കഴുകുന്നുണ്ടായിരുന്നു. കഴിയാന് ശേഷം എല്ലാം
അവിടെ കൊണ്ടുപോയിട്ട് അതായത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു. പക്ഷേ ഫ്രിഡ്ജ് ഞാൻ ഓണാക്കിയിട്ടായിരുന്നു കേട്ടോ ഞാൻ അടിച്ചു വരാൻ പോയത്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓഫാക്കണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, നല്ല ഷോക്ക് അടിച്ചാലോ എന്നുള്ള പേടിയിൽ ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അതേ സാധനങ്ങൾ, അതാ പച്ചക്കറിയൊക്കെ എഴുതി അതൊക്കെ വെള്ളം പോയതിന് ശേഷം നല്ലപോലെ പച്ചക്കറിയൊക്കെ തുടച്ച് വൃത്തിയായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാ 2 ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് നാലാം പക്കം അത് വീണ്ടും അങ്ങനെയാവും. അത് ഓട്ടോമാറ്റിക്, അതെല്ലാവരുടെയും അങ്ങനെയാണ്, നമ്മുടെ മാത്രമല്ല എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണ്ടത് മാത്രം എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വീണ്ടും അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോമ്പായത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം വേണം കേട്ടോ കുടിക്കാൻ. അപ്പം ഞാൻ കുപ്പിയിൽ വെള്ളവും നിറച്ച് വെക്കലുണ്ട്, അതേപോലെ ഐസ് ക്യൂബ് അത് നിറച്ച് വെക്കലുണ്ട്. ഐസ് കട്ട ഞാനത് കോംബോ സെറ്റായിട്ട് മേടിച്ചതാണ് കേട്ടോ മീഷോന്ന്, ആ ക്യൂബാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് നമുക്ക് ഈ ഫേസിലൊക്കെ ഇങ്ങനെ വെച്ചതാക്കാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം വെക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ആ ക്യൂബ് ഇതാക്കുന്ന ആ രണ്ടിലും ഞാൻ അതാ വെള്ളം നിറച്ച് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ആ ഒരു സംഭവം, അതിലോട്ട് ഞാൻ വെള്ളം നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വാട്ടർ കുടിക്കണം എന്ന് ഞാൻ പറയില്ല, ഞാൻ കുടിച്ച് എനിക്ക് ഒരുപാട് അസുഖം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുടിക്കണം എന്ന് പറയില്ല. എങ്കിലും ആവശ്യത്തിന് ഇത്തിരിയൊക്കെ എടുത്ത് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കാണാൻ നല്ല ചന്തമില്ലേ, ഒരു വൃത്തിയില്ലേ, എനിക്ക് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ വെറുതെ തുറന്ന് നോക്കണം കേട്ടോ. അത് എൻ്റെ ഒരു അസുഖമാണ്. അത് നിങ്ങൾക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ് കേട്ടോ പൊതുവേ. പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച സാധനങ്ങൾ, അതായത് വേണ്ടാത്ത സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ അവിടെ കണ്ടത്. പിന്നെ അതിന് ശേഷം ഞാനത് ക്ലീൻ ചെയ്യണതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും, എന്തിനാ വെറുതെ. അപ്പോൾ അതിനേക്കാളും നല്ലതും ഞാൻ ആ ക്ലീൻ ചെയ്യാത്തതിന് മുമ്പും ഇപ്പോൾ ക്ലീൻ ചെയ്തതും കാണിച്ചു തന്നാൽ പോരെ. ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ എത്ര വൃത്തിയായിരിക്കണമെന്നില്ലേ. എനിക്ക് നോക്കിയിട്ട് എനിക്ക് തീരുന്നില്ല കേട്ടോ. നിങ്ങൾ എന്നെ പോലെയാണോ കേട്ടോ? ആണെങ്കിൽ അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.